ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി സ്വപ്ന അടുത്ത കരുക്കൾ നീക്കുന്നിട്ടോ ഗോപാജിയുടെ സൗണ്ടിൽ ആ ഒരു സത്യം വെളിപ്പെടുത്താണ്. അതായത് ഗോപാല ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ മരുമകൾ എന്ന് പറയുന്നത് എന്നെ പറ്റിച്ചതാണ്, എൻ്റെ സഞ്ജയ് എന്ന് പറയുന്ന മകൻ ഒരു വേസ്റ്റാണ്, അവനെ പോലത്തെ ഒരു വേസ്റ്റിനെ എനിക്ക് ചുമക്കേണ്ട ആവശ്യമില്ല. പാർട്ടിക്കാരൻ്റെ ഒരു മകളുമായി ഞാൻ കല്യാണം ഉറപ്പിച്ചതാണ്. ഈ സഞ്ജയ് എന്നോട് ചെയ്ത ചതിക്കാണ് അവൻ്റെ കുഞ്ഞിനെ അവന് നഷ്ടപ്പെട്ടത്. അവളൊരുത്തിൻ്റെ എത്ര പണം കൊടുക്കുക എന്ന് പറയട്ടോ, അവൾ ഒഴിവായില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ സ്വപ്നം ഇങ്ങനെ പൊട്ടിക്കറിയാനിട്ട് ഇത് കേൾക്കുന്ന ഗോപാലൻ ഞെട്ടിപ്പോവാണ്. ഈ സമയം അച്ഛ എന്തായാലും ഇത് പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗോപാലൻ മോളെ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനിട്ടോ. മോനെ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ, എന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ഗോപാലൻ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് അച്ഛ എനിക്ക് നന്നായി അറിയാം, അച്ഛൻ ആരോട് എന്ത് പറയാനുണ്ടെങ്കിൽ അത് മുഖത്തടിച്ച് പറയും, അല്ലാതെ ഇങ്ങനെ ആരോടെങ്കിലും ഫോണിൽ പറയുന്ന സ്വഭാവം അച്ഛനെ ഇല്ലെന്ന് എനിക്കറിയാം. അത് കേൾക്കുന്ന സഞ്ജീവ് അതെ അച്ഛ എനിക്കറിയാം, ഇതാരോ ഫേക്കായി ഉണ്ടാക്കിയാണ്. അപ്പോഴേക്കും സ്വപ്നം പറയണേ ഇന്നത്തെ കാലത്ത് ആർക്കും ഫേക്കായി സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുമല്ലോ, അതെനിക്ക് നന്നായി അറിയാം അച്ഛ, അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അച്ഛനെ തെറ്റില്ല. ഇതൊക്കെ കേൾക്കുന്ന സ്വപ്നം പറയണേ അച്ഛൻ്റെ ഷാലിനി പറയണ അച്ഛൻ്റെ മനസ്സിൽ നിന്നോട് പ്രതികാരം ഉണ്ടായിരുന്നു, അത് സത്യം തന്നെയായിരുന്നു. നിർത്തിടി നീ നിന്റെ സംസാരം നിർത്ത്, അതിരി കിടക്കുന്നു നിന്റെ സംസാരം എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഷാലിനി ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ്. മക്കളെ ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉടൻ തന്നെ സ്വപ്നം പറയുന്നുണ്ട് ഇല്ല അച്ഛാ എനിക്കറിയാം ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന്, എന്തായാലും അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് പറയാം. അപ്പോൾ ഷാലിനി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങണം. ആ സമയമാണെങ്കിൽ ഷാലിനി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗോപാലൻ നിൽക്കവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സഞ്ജുവും അതുപോലെ സ്വപ്നയും അകത്തോട്ട് കയറി പോകാൻ പറയാൻ ഇതേ സമയം ഗോപാലനാണെങ്കിലോ തൻ്റെ മകളുടെ അടുത്തോട്ട് ചെയ്തിട്ട് കരണക്കുട്ടി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് എടി നീയാണ് ഈ വൃത്തികെട്ട വോയിസ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട മകളെ ഞാൻ ജന്മം നൽകിയതിലാണ് എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത് എന്ന് ഗോപാലൻ ഷാലിനിയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ഷാലിനി ഇത് കേൾക്കാനായിട്ട് അതുകൊണ്ട് ചാച്ചു ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്വപ്നയും സഞ്ജയും മേലിൽ നിന്ന് കേൾക്കണം. അപ്പം നമ്മുടെ പ്ലാൻ വർക്കായി, എന്തായാലും രക്ഷപ്പെട്ടു. അതായത് ഇനി ഇവിടെ നിൽക്കേണ്ട സഞ്ജയ് നീ വാ എന്ന് പറഞ്ഞ് മുകളിലോട്ട് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് മഹിമയാണ്. മഹിമ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്, അരവിന്ദാക്ഷനുമായി നിൽക്കുന്നുണ്ട്, അനിതയുണ്ട്. അപ്പോഴാണ് മഞ്ജു കയറി വരുന്നത്. അപ്പോൾ തന്നെ അരവിന്ദാക്ഷൻ പറയണ മോളെ നിന്നോട് എന്തൊക്കെയും മഹിമക്ക് സംസാരിക്കുന്നുണ്ട്, ഉടൻ തന്നെ എനിക്ക് ഇവളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്ക്, എനിക്ക് ഇവളെ പോലത്തെ ഒരു ഫ്രോഡ് വേണ്ട. അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയണേ എന്തായാലും മോളെ നീ ഇവളോട് സംസാരിക്കും, നിന്റെ അനിയത്തിയല്ലേ മഹിമ. അത് കേട്ടോടെ അനിത ഇവിടെ കുടുംബക്കാരെ ഇവിടെ വെച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല, ഇവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ എന്തിനാ വെറുതെ പിടിച്ചു നിർത്തുന്നത്. അത് കേൾക്കുന്ന അനിത ഇടുങ്ങിയൊന്നും മിണ്ടാതിരിക്കുക, ഇതൊരു പോലീസ് സ്റ്റേഷനാണ് എന്ന് അനിത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അരവിന്ദാക്ഷൻ പറയണേ എന്നേക്കാൾ വലിയ ഓഫീസറൊന്നല്ല നീ, മര്യാദക്ക് പുറത്തു പോ, ഇവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അപ്പോഴേക്കും മഹിമ പറയണേ ചേച്ചി എനിക്ക് പറയാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇവളുമായുള്ള ഒരു ഫ്രോഡുമായി എനിക്ക് സംസാരിക്കാൻ താല്പര്യം, പല വേലത്തരം ഇവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് എന്താടി ഞാൻ കണ്ടത് എന്നിങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ ചേച്ചി അവളൊരു നുണയാണ്, സ്വപ്ന എന്ന് പറയുന്നുള്ള ഒരു ഫ്രോഡാണ്, അവൾ പറ്റിക്കാണ്, ഒരിക്കലും ചേച്ചി അത് വിശ്വസിക്കരുത്, അവൾ മനഃപൂർവ്വം ഇല്ലാത്ത കുഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്, അവൾക്ക് ഗർഭമില്ല, പിന്നെ ഞാൻ എന്താടി കണ്ടത്, ആ ഡേസി ഡോക്ടറുമായി നീയും അവള് പോയിട്ടല്ലേ അവളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചോന്ന്, അതൊക്കെ സത്യം തന്നെയാണ്, അവള് ഡേസി ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഹിമയെ പറ്റിച്ചതിന് മുകളിൽ കൂടെ ഒരുപാട് തവണയായി നീ എന്നെ പറ്റിക്കുന്നത്, ഇതിനൊരു പരിധിയുണ്ട് മഹിമേ, നീ പറയുന്ന വാക്കുകൾ ഞാൻ വിശ്വസിക്കില്ല, അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ വന്നു പോയാലുണ്ടല്ലോ എന്ന് പറയും. മഞ്ജു അകത്തോട്ട് പോകുമ്പോൾ അരവിന്ദാക്ഷൻ പറയണേ നിന്റെ ചേച്ചി നിന്നെ മനസ്സിലാക്കുമ്പോൾ നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോകാൻ നോക്ക്, കുറച്ചൊന്ന് സമാധാനപ്പെടുമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗിരിയാണ് കാണിക്കുന്നത്. ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഉടനെ പ്രീതി വന്നിട്ട് പറയും എന്നാലും അവളൊരുത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ എന്തൊരു സാധനമാണ്, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യോ, എന്തായാലും മഹിമ ആള് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഭാനുമ്മ ഇനിയൊന്നും മിണ്ടാതിരുന്നേ, അവളുടെ കുഞ്ഞെന്തായാലും പോയത് പോയി, ഇനി എന്തായാലും മുകുന്ദനോട് മഹിമയോട് വഴക്കിടാൻ പോകണ്ട, എന്താ അമ്മയുടെ മകളുടെ കുഞ്ഞല്ലേ പോയത്, അതിൽ അമ്മക്കൊരു ദുഃഖമില്ലേ എന്ന് വെച്ച് എന്ന് പറയുമ്പോഴേക്കും അവിടോട്ട് മുകുന്ദൻ കയറി വരേണ്ട. മുകുന്ദൻ വന്ന ഉടനെ പറയാണ് ഗിരി നിന്നോട് എനിക്കൊരു കാര്യം പറയണ്ടേ, നിന്റെ പെങ്ങള് ഗർഭിണിയല്ല, അവളൊരു ഫ്രോഡാണ്, അവൾ നിന്നെ പറ്റിച്ചിരിക്കുകയാണ്, ഗോപാലിന്റെ വീട്ടിലോട്ട് കയറി പറ്റാൻ അവളൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ്, അത് സഞ്ജയ്ക്ക് പോലും അറിയില്ല, അങ്ങനെ കണ്ടെത്തി അവൾ കല്യാണം കഴിച്ചതാണ് സഞ്ജയ്. ഇപ്പോൾ ഗോപാലിന്റെ വീട്ടിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അവൾ മനഃപൂർവ്വം ഈ വഴി അങ്ങ് ഈ ഒരു ഗർഭം ഇല്ലാതാക്കിയതാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണം മതി, നീ നിന്റെ ഭാര്യ ഒരുപാട് വേലത്തരങ്ങൾ എന്നോട് കാണിച്ചു, പക്ഷെ ഞാൻ നിന്നോട് എപ്പോഴും ക്ഷമിച്ചിട്ടുള്ളൂ, പക്ഷെ നീ വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിക്കില്ലേ. അപ്പോഴേക്കും മഞ്ജു കൂട്ടേക്ക് കയറി വന്നിട്ടോ. അപ്പൊ മഞ്ജുനോട് ഭാനുമ്മ ചോദിക്കുന്നുണ്ട്
മോളെ നീ മഹിമയെ കണ്ടു. മഹിമ അവിടെ വന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അവൾ എന്നോട് തെറ്റിദ്ധരുത്താൻ ഒരുപാട് തവണ ശ്രമിച്ചു, പക്ഷേ എനിക്കതിന് താല്പര്യമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു എന്നൊക്കെ എന്നെ പറയട്ടെ. അപ്പൊ പ്രീതി പറയണം അവളെ പോലെ ഒരു ഫ്രോഡിനോട് സംസാരിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പറയുന്നത് കേക്ക് പ്ലീസ്, ദയവ് ചെയ്തിട്ട് നീ പറയുന്ന കേക്ക്. ഇവിടെ മഹിമയല്ല സ്വപ്നയാണ്, നിന്റെ പെങ്ങൾ ഒരു ഫ്രോഡാണ്, എന്ത് നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഗിരി മുകുന്ദന്റെ കഴുത്തിന് പിടിക്കാനിട്ട്, ഹെടാ നീ എന്റെ പെങ്ങൾ ഈ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവളൊരു കളിയാക്കാൻ നോക്കുന്നു. അത് കേൾക്കുന്ന ഭാനുമ ഇനി ശരിയാവില്ല, ഇനി സത്യങ്ങൾ തുറന്നു പറയണമെന്ന് കരുതി ഭാനുമ മോനെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം കയറി വന്നു കേട്ടോ. ഗിരിയേട്ടാ അവർ പറയുന്നത് പറയട്ടെ, എനിക്ക് ഈ കുഞ്ഞു പോയ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ഇവർ എന്നെ കളിയാക്കാൻ നോക്കുകയാണ്, എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സ്വപ്നം ഇടപെടാൻ കേട്ടോ. എന്നിട്ട് അവർ പറയുന്നത് പറയട്ടെ ഗിരിയേട്ടാ, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടമായി, ഇനി അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അവരൊരിക്കലും നേരാവില്ല, ഞാൻ ഇവരുടെ പേര് കേസ് കൊടുക്കാതിരുന്ന് ഇവരിങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല തകൃതിയായ അഭിനയം നടത്തുമ്പോൾ മഹിമയെ പറ്റി കുറ്റപ്പെടുത്തുമ്പോൾ മുകുന്ദൻ എടുത്തേക്കും സ്വപ്നയോട് പറയും, ഇതിനൊക്കെ നീ കണ്ണീര് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാനിട്ടാ. ഇതേ സമയം ഗിരി പറയാണ്, മോളെ നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ഗിരി അകത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയം ഭാനുദേവിയോട് നിങ്ങൾ എന്നെക്കുറിച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങുന്ന ആ സമയം നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വന്നു, ഇനി ഈ സ്വപ്നം നടക്കുന്നത് പോലെ ഓരോ കളികളും നടക്കുള്ളൂ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഇവിടെ മഞ്ജുവിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഗിരിയേട്ടനോട് ഞാൻ വെളിപ്പെടുത്തിയ എന്താ ഉണ്ടാകുന്ന അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാനുദേവമ്മയെ പേടിപ്പെടുത്താനായിട്ടാ. ആ സമയം ഭാനുദേവമ്മക്ക് ഒന്നും പറയാനാവാതെ ആകെ പകച്ചു പോവാനായിട്ടാ. താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത്. മഹിമ ഉഗ്രം പണി ചെയ്യാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. സ്വപ്നയുടെ വീട്ടിലോട്ട്, ഗോപാലിന്റെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ്. അങ്ങനെ സ്വപ്നയുടെ അങ്ങ് റൂമിലോട്ട് കയറിയിട്ട് പെൻകത്തി ഉണ്ടല്ലോ, സർജറി കത്തി, അത് സ്വപ്നയുടെ കഴുത്തിൽ വെക്കണം. മോളെ നീ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടും കാര്യമില്ല, എന്ത് വെച്ചിട്ടും കാര്യമില്ല, ഞാൻ ഇനിയും ചെയ്യും നിന്റെ അടുത്ത്. എടിപ്പെണ്ണെ നീ എന്നോട് കളിക്കാൻ നിൽക്കണം, നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ്, എനിക്ക് പറ്റിയ തെറ്റ്, അതുകൊണ്ട് ഞാൻ നിന്നെ കത്തി കൊണ്ട് കുത്തും. അത് കേട്ട ഉടനെ സ്വപ്നം പറയും, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയണ്ട, എന്തായാലും നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയെങ്കിൽ തീർച്ചയായും നിനക്ക് ഞാൻ പണി തരും. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ആ വോയിസ് ഉണ്ടല്ലോ, അതായത് ആ വോയിസ് സഞ്ജയ് എന്നോട് പറഞ്ഞ ആ സ്വർണം മോഷ്ടിക്കാൻ എന്നെ സഹായിച്ച ആ വോയിസിനെ കുറിച്ച് ഞാൻ സത്യം വെളിപ്പെടുത്തിക്കോളാം. നീ ഗോപാലിന്റെ മുന്നിലോട്ട് എന്ത് വോയിസുമായി വന്നിട്ടും കാര്യമില്ല, അതിനുള്ള നാടകവും ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പോഴാണ് ആരോ കഥകിൽ തട്ടുന്നത്, വേണമെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു കൊടുക്കും, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഇവരൊക്കെ വിശ്വസിക്കുള്ളൂ എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന മഹിമ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സ്വപ്ന ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. താൻ ഇനി എന്ത് ചെയ്യുന്നറിയാതെ മഹിമ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സ്വപ്നയാണെങ്കിലോ വിജയിച്ച ആ സന്തോഷത്തെ തനിക്ക് വാക്കുകളില്ല, അത്രയും വലിയ സന്തോഷമാണ്. താൻ എല്ലാവരെയും ഓരോ ഒറ്റയടിക്കനെ താൻ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രീതിയാണ്. പ്രീതിയുടെ ഭർത്താവ് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രീതി പറയണേ, എത്ര നേരമായി നിങ്ങളെ ഞാൻ കാത്തിരിക്കുന്നു, നീ വിളിക്കുമ്പോഴേക്കും വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, വല്ലവൻ്റെ കൂടെ കഴിയുന്നവനല്ലേ നീ. അത് തന്നെ പറഞ്ഞത്, നിങ്ങളെ പോലത്തെ ഒരുത്തനെയും എനിക്ക് ആവശ്യമില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞ സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് തന്ന സ്വർണവും ആ സ്ത്രീധന പൈസയും മാത്രം തന്നാൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് വേറിടാം. അത് കേട്ട ഉടൻ തന്നെ എടി ഇനി വേറൊരുത്തനെ ഇപ്പോൾ കണ്ണ് വെച്ചത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടല്ലേ, എന്നാൽ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ കിട്ടുന്നത് വരെ ഞാൻ നിനക്ക് ഡിവോഴ്സ് തരില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തി പോകുമ്പോൾ പ്രീതി അടുത്ത കരുക്കൾ നീക്കാൻ, തനിക്ക് ഒരിക്കലും ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, അതിനെന്താണ് വഴി എന്ന് ആലോചിച്ച് പ്രീതി നേരെ ഗിരിയുടെ മുന്നിലോട്ട് പോവാണ്. എന്നിട്ട് ഗിരിയോട് പറയണേ, ഗിരിയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്താ എനിക്ക് പഴയതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നീ പ്രീതി ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അത് കേട്ട ഉടനെ എന്താ പ്രീതി, എന്താണെങ്കിൽ നീ തുറന്നു പറയാമെന്ന് പറഞ്ഞ ഉടനെ അത് എൻ്റെ ഭർത്താവുണ്ടല്ലോ, അവനെന്ന് പറയുന്നവൻ എന്നെ ബലമായി പലതരത്തിലും പീഡിപ്പിച്ചിരുന്നു. എന്നാൽ എൻ്റെ അച്ഛനോട് ഞാൻ പലവട്ടം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ ഇതിനൊന്നും വില കൊടുത്തില്ല, അവനുമായി ജീവിക്കണം, എൻ്റെ അച്ഛന് പണമല്ലേ, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളല്ലേ, എന്നിട്ട് ഒരു ദിവസം അവൻ എന്നെ ശാരീരികമായി കെട്ടിയിട്ട് തന്നെ എന്ന് പറയുമ്പോൾ എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വപ്നയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുപോലെ ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട ഗിരിയേട്ട, നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഗിരിയാണ് ഒപ്പുവെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന പ്രീതിയുടെ കുഞ്ഞിനെ കളയാൻ കേട്ടോ.